ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു ടീസ്പൂണോളം അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത് തോരനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് തോരനിലൊക്കെ ഞാൻ അരി ഇടാറുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനിന്ന് അച്ചിങ്ങ പയർ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് തോരനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കൈയളവാണ്, അപ്പോൾ നിങ്ങൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം, ഉപ്പ് എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ. അപ്പം നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 കാന്താരി മുളകും കൂടി ഇട്ട് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഒതുക്കിയെടുത്ത തേങ്ങയും കൂടി നമുക്ക് നടുവിലൊരു കുഴിയാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ തോരൻ്റെ പയറെല്ലാം കൊണ്ട് തന്നെ നമുക്കതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഈ തേങ്ങ മൊത്തം പൊതിഞ്ഞ് വെക്കുന്ന രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു തുള്ളി വെള്ളം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക. അതായത് ഇപ്പം നമ്മൾ തേങ്ങ ഇട്ട ഉടനെ തോരൻ നല്ല ഡ്രൈ ആയിരിക്കുമല്ലോ, വെള്ളം ഒട്ടുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുക്കുക വെള്ളം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വെന്തോന്ന് നോക്കട്ടെ. അപ്പം ഒരു 60% വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉപ്പൊക്കെ കറക്റ്റ് ഒന്ന് നോക്കുക, എത്ര ഉപ്പ് വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിടുക. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. സിമ്പിൾ തോരനാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അടുക്കളയിലാവുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തോരനായിരിക്കും വരിക. അപ്പോൾ നമുക്കിതിലും നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.